ഹലോ, ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുമ്പളങ്ങ ഓലനാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങയും വൻപയറും കൂടി ഇട്ടിട്ടുള്ള ഓലൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലർ നന്നായിട്ട് വലുതായിട്ട് കട്ട് ചെയ്യും. ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് രണ്ടാം പാൽ 2 ഗ്ലാസോളം രണ്ടാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ സമയത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് വറ്റണം. ആ പാലിൽ കിടന്ന കുമ്പളങ്ങ വേവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ആ പാല് വറ്റിയിട്ടും വരും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വറ്റി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വൻപയർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൻപയർ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെപ്പോഴും പയർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയർ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ പെട്ടെന്ന് അല്ലാതെ ചേഞ്ച് ആവും. ഒരു വൈറ്റ് കളറല്ലേ എപ്പോഴും നമ്മുടെ ഓലൻ ഉണ്ടാവുക. അപ്പോൾ വൈറ്റ് കളർ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പയർ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുക. ഇതിനകത്തേക്ക് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഒട്ടും പയറിൻ്റെ വെള്ളം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ പയർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ തൻപാലാണ് ഞാൻ ഇനി ആഡ് ചെയ്യുന്നത്. തൻപാൽ ആഡ് ചെയ്യുമ്പോൾ ഞാനൊരു 1/2 കപ്പോളം തൻപാൽ, നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. തൻപാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ അധികം തിളപ്പിക്കാൻ പാടില്ല. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുറുകിയ കൺസിസ്റ്റൻസി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് ഇരുന്നിട്ട് കുറുകിക്കോളും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ടുള്ള തളയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചേരം ഇരിക്കുമ്പോഴത്തേനും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓലൻ റെഡിയാണ്. കുമ്പളങ്ങ വൻപയർ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാ വീഡിയോസും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം M4 Foodie.